ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങോ വിശേഷങ്ങളോ ഒന്നും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് ദോശയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കറിയുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചിക്കൻ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചായയും. അപ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ ചെറിയ രീതിയിൽ കുറച്ച് തട്ടിൽക്കുട്ട് ദോശ അങ്ങനെ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തു. 2 ദോശയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതാ ആവശ്യത്തിന് ചിക്കൻ കറിയും എല്ലാം നല്ല ചൂടോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി എടുക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ലഞ്ചിൻ്റെ കുക്കിങ്ങോ പ്രിപ്പറേഷനോ ഒന്നും ഇല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കുറച്ച് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസിൻ്റെ വിശേഷങ്ങളും വീഡിയോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദോശയും ചിക്കൻ കറിയും നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ്. ദോശയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ദോശയുടെ കൂടെ മട്ടൻ കറി, ബീഫ് കറി എല്ലാം വളരെ സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്ന ഒരു ദിവസമല്ല. അപ്പോൾ ദോശയുടെ മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും, പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കോക്കനട്ട് റൈസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറി വെച്ചിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറിയും അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. ഇത് ഒരു തവണ പുറത്ത് ദൂരെ മലേഷ്യയിലെങ്ങാണ്ട് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഈ ഒരു കേക്കെന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോഴത്തേനും കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഒരു സ്പോഞ്ച് കേക്ക് ചീസ് ബട്ടർ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഭയങ്കര നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അലുത്തു പോകും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് 4-5 ഫ്ലേവേഴ്സ് ലുലുവിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ട്. പിസ്ത ഫ്ലേവർ, അതുപോലെ തന്നെ പല പല ഫ്ലേവേഴ്സ്, സ്ട്രോബെറി ഫ്ലേവർ. ഇപ്പോൾ നമ്മൾ കഴിച്ചത് അതിൻ്റെ ഒരു ചീസ് ഫ്ലേവറാണ്. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ ഒന്ന് പുറത്തേക്കൊക്കെ പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ, സംസം മന്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലഞ്ചിന് കാര്യമായിട്ടുള്ള കുക്കിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ടേബിള് കിട്ടി, നമ്മൾ കയറിയിരുന്നു. അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കി, അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം അവരൊരു മട്ടൻ സൂപ്പ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പ് കൊണ്ടു തന്നു. അതിനുശേഷം മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ പുതിനയില, ഗ്രീൻ ചില്ലി, മല്ലിയിലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഗ്രീൻ ചട്നിയും വന്നു. ഇത് അറബിക് റെസ്റ്റോറൻറ്റ് അറബിക്ക് മന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് മയോണൈസ് ഇല്ല. ബാക്കി വേറെ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ്. ഇതെന്ന് പറയുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിളാണ്. പിന്നെ മന്തി നമ്മൾ ഓർഡർ ചെയ്തത്, ഞങ്ങൾക്കൊക്കെ മട്ടൻ ബീഫിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ചിക്കനിലുള്ള മന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനിലുള്ള 1-2 വെറൈറ്റി മന്തികളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ആ ഒരു ഡേറ്റ്സ് അച്ചാറും അതുപോലെ തന്നെ ടൊമാറ്റോയുടെ ആ ഒരു പ്യൂരിയും ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള അറബിക് മന്തിയാണ് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് സംസം റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത്. പിന്നെ നമ്മളിതാ ഫ്രൈഡ് ഒണിയനൊക്കെ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രൈഡ് ഒണിയനും ഒക്കെ ചേർത്തിട്ട് നമ്മളിതാ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ അറബിക് മന്തിയാണ്. അപ്പോൾ ഓയിൽ വളരെ കുറവാണ്. വേറെ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലെ മന്തിയിൽ നിന്ന് ഡിഫറൻ്റായിട്ട് വേറൊരു രീതിയിലാണ് ഇവർ മന്തി റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ്
കോംപ്ലിമെൻ്റ് ആയിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു അറബിക് സ്നാക്കായിട്ടുള്ള ലുക്കീമത്ത് കൊണ്ട് തന്നു. പിന്നെ നമ്മൾ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും കുറച്ച് മുളക് ബജ്ജി, കുറച്ച് ചില്ലി ബജ്ജി മുളകുകൾ എടുത്തിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് സ്നാക്കായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ബജ്ജിയാണ്. അത് നമുക്ക് 2 3 നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. ഞാൻ ഒരു മുളക് 2 പീസായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ബാറ്റർ റെഡിയാക്കി മൈദയും കടലമാവും കായവും ആവശ്യത്തിന് ഉപ്പും ചില്ലി പൗഡറും ചേർത്തിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി. പിന്നെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് ബജ്ജി പൊരിച്ച് മാറ്റുകയാണ്. അങ്ങനെ നല്ല ചൂട് ചായയും വെച്ചിട്ട് ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കുന്നത് ചില്ലി ബജ്ജിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചില്ലി ബജ്ജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചായയും നമ്മൾ റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക് ഒക്കെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ചില്ലി പൗഡറും ഉപ്പും ചാലിച്ചിട്ട് ഒരു ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ബജ്ജിയും അതുപോലെ തന്നെ ചട്നിയും എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് വൈകുന്നേരത്തെ നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി. പിന്നെ നമ്മൾ ചെറിയൊരു പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലുലുവിൽ മാത്രം നമുക്ക് കിട്ടുന്ന 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ലുലുവിലെ ബ്ലൂബെറി ചീസ് കേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൂടാതെ ഇതെന്ന് പറയുന്ന ഒരു പിസ്ത ക്രോയിസൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതും അവിടുത്തെ ഇപ്പോൾ ഒരു വൈറലായിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ വൈറലായിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെ ഐറ്റമൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്രോയിസൻ്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് സാറയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഡോണറ്റ്. അപ്പം അങ്ങനെ അത് മക്കൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 1-2 ഐറ്റംസ് ഇപ്പോൾ വൈകുന്നേരം അവർക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തതാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേനും ഇന്ന് സ്നാക്കായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കുറച്ച് ഹെവി ആയിരുന്നതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ പൊടിയരി കഞ്ഞിയും അതുപോലെ തന്നെ ആ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് പയറ് കറിയും ചമ്മന്തിയും പപ്പടവും അതുപോലെ തന്നെ 2 ടൈപ്പ് പിക്കിളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിമ്പിളായിട്ട് വയറിന് നല്ല സുഖമായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡിന്നർ. അപ്പോൾ നമ്മുടെ ബ്രോക്കൺ റൈസ് വെച്ചിട്ട് റെഡിയാക്കിയ കഞ്ഞിയാണ് ആ ഒരു കഞ്ഞി. അതും അതുപോലെ തന്നെ പല കൂട്ടം കറികളും ഒക്കെ ചേർത്തിട്ട് കുറച്ച് കഞ്ഞി ബൗളിലേക്ക് എടുക്കുകയാണ്. ഒരു 3-4 സ്പൂൺ കഞ്ഞിയും പൊടിയരി കഞ്ഞി എന്ന് പറയും, നമ്മുടെ ബ്രോക്കൺ റൈസ് ഉണ്ടല്ലോ അതും, പിന്നെ കറികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കഞ്ഞിയും കൂടെ കുടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഒരു അറബിക് മന്തി ലഞ്ചും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുളക് ബജിയും കുറച്ച് സ്പെഷ്യലായിട്ട് കാണിച്ചിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ക്രോയിസൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പിസ്ത ഇൻസൈഡിൽ വെച്ചിട്ടുള്ള അത് വളരെ സ്പെഷ്യലാണ്. അത് ലുലുവിൽ പോകുമ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൂബെറി ചീസ് കേക്കും ഉണ്ട്, അത് അവിടെ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ പിന്നെ രാത്രി ഈ ഒരു കഞ്ഞിയും കുറച്ച് കൂടുതൽ സൈഡ് ഡിഷുകളും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് സ്പെഷ്യൽ അല്ലെങ്കിൽ സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും അതുപോലെ തന്നെ നെക്സ്റ്റ് വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.